അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐപ്ലസിന്റെ PhD ഓറിയന്റേഷൻ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഗ്യാപ്പിലേക്കാണ് പോകുന്നത് കേട്ടോ. ഗ്യാപ്പ് യെസ്, ഞാൻ പറഞ്ഞല്ലോ റിസർച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോപ്പിക്കൽ ബേസിലുള്ള എന്താണ് ഗ്യാപ്പ് മാത്രമല്ല ഇവിടെ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. തിയറിറ്റിക്കൽ ഗ്യാപ്പ് ആകാം, എംപിരിക്കൽ ഗ്യാപ്പ് ആകാം, മെത്തഡോളജിക്കൽ ഗ്യാപ്പ് ആകാം, കോണ്ടക്സ്റ്റൽ ഗ്യാപ്പ് ആകാം, അങ്ങനെ എന്തും ആകാം. ഓക്കെ, അതായത് യെസ്, തിയറിറ്റിക്കൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആർട്ടിക്കിൾ വായിച്ചു, ഓക്കെ, അവിടെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടിങ്ങിന്റെ എന്താണ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കിലുള്ള റിസർച്ച് നടത്താൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എംപിരിക്കൽ, അതായത് നിങ്ങളൊരു വർക്ക് വായിക്കുന്നു, അതിൻ്റെ അകത്ത് എന്താണ് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡേറ്റ സപ്പോർട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ ഡേറ്റ സപ്പോർട്ട് കുറവുള്ള വർക്കുകളാണ് കാണുന്നത്. അതായത് എംപിരിക്കൽ സ്റ്റഡീസുകൾ വളരെ കുറവാണ്. ഇപ്പൊ ഡെസ്റ്റിനേഷൻ ലോയൽറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റിനകത്ത് വർക്കിന്റെ അകത്ത് കൂടുതൽ സ്റ്റഡീസ് നടന്നിരിക്കുന്നത് എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് ആണ് നടന്നിരിക്കുന്നത്. എംപിരിക്കൽ സ്റ്റഡീസ് വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വർക്കിന്റെ എംപിരിക്കൽ സ്റ്റഡി നടത്താൻ പറ്റും. ക്ലിയർ ആയോ? യെസ്. ഇനി മെത്തഡോളജിക്കൽ ആയിട്ടുള്ള എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ SPSS കോറിലേഷനോ റിഗ്രഷനോ ആ തരത്തിലുള്ള മെത്തഡോളജി ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ അനലൈസ് ചെയ്യുന്നത്. സ്ട്രക്ചർ ഇക്വേഷൻ മോഡലിംഗ്, സെം അനാലിസിസ് എന്ത് ചെയ്തിട്ടില്ല, ഈ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. സോ മെത്തഡോളജിക്കൽ ഗ്യാപ്പ് അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സെം അനാലിസിസ് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി ഇതാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്താണ് കോണ്ടക്സ്റ്റൽ ഗ്യാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇവര് പഠിച്ചേക്കുന്നത് USA എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? തൃശ്ശൂരിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത് നിങ്ങൾ വായിച്ച ആർട്ടിക്കിളിലെ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലാണ് ആ സ്റ്റഡി നടത്തിയിരിക്കുന്നത്. നിങ്ങൾ നടത്താൻ പോകുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ക്ലിയർ ആയോ? യെസ്. അതായത് ഒരു വർക്ക് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ മാത്രം നടത്തുന്ന വർക്ക് നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നു? നിങ്ങൾക്ക് പരിചിതമായ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സമയക്കുറവുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. ഓക്കെ, അപ്പൊ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ആ എഴുതി വെക്കുന്ന ഗ്യാപ്പ് മാത്രമല്ല കേട്ടോ. തിയറിറ്റിക്കൽ ഗ്യാപ്പ് ആകാം, എംപിരിക്കൽ ഗ്യാപ്പ് ആകാം, മെത്തഡോളജിക്കൽ ഗ്യാപ്പ് ആകാം, കോണ്ടക്സ്റ്റൽ ഗ്യാപ്പ് ആകാം, എന്തും ആകാം. യെസ്, പ്രാക്ടിക്കൽ ഗ്യാപ്പ്, അതായത് ഇപ്പൊ ഇതുണ്ടോ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ. ഇപ്പൊ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കിലാണ് ഒരു വർക്ക് നടക്കുന്നത്, അതിന് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ഉള്ള സ്റ്റഡീസ് കുറവാണ്. സോ അത് പ്രാക്ടിക്കൽ ഗ്യാപ്പ് ആണ്. ക്ലിയർ ആയോ? യെസ്. കോൺഫ്ലിക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്യാപ്പുകളാണ്, അതാണ് കോൺട്രാഡിക്ഷൻ ഗ്യാപ്പ് എന്ന് പറയും. യെസ്. ഇപ്പൊ 2000 വരെ ഈ സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. 2025 ശേഷം ഒരു സ്റ്റഡീസും ഈ മേഖലയിൽ നിന്ന് വന്നിട്ടില്ല. അതാണ് ടൈം ഗ്യാപ്പ്. അപ്പൊ ഒരു വർക്ക് എടുക്കുമ്പം ഒരു ആർട്ടിക്കിൾ എടുക്കുമ്പം അതിന് ഇന്ന ഗ്യാപ്പ് എന്നുള്ളതല്ല, ഏത് കോണ്ടക്സ്റ്റിലെ ഗ്യാപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ പ്രോബ്ലം ആയിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഞാൻ അതിനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളോടെ പറയാം, നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും. യെസ്, നിങ്ങൾ ഒരു ഗ്യാപ്പിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, ഒരു റിസർച്ച് ഗ്യാപ്പ് എടുക്കാൻ വേണ്ടി പോകാം. ഇത് കാണാമല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്, ഓക്കെ ആണല്ലോ? ഒരു ആർട്ടിക്കിൾ എടുത്ത് നിങ്ങൾ ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പം എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5-10 വർഷത്തിനിടയ്ക്ക് അകത്തുള്ള ലിറ്ററേച്ചർ എടുക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കോപ്പക്സോ പ്രോപ്പർ റിവ്യൂഡ് പേപ്പറുകളോ ഹൈലി സൈറ്റഡ് ആർട്ടിക്കിളോ ABDC ക്രൈറ്റീരിയ ഉള്ള ജേണലുകളോ ഒക്കെ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താണ് ഈ ഓരോ ആർട്ടിക്കിളിനും ഓരോ രീതിയിലായിരിക്കും ഇത് കിടക്കുന്നുണ്ടോ. ചില കേസിൽ ലിമിറ്റേഷൻ സെക്ഷനിലായിരിക്കും കിടക്കുന്നത്. അതിൻ്റെ അകത്ത് ഫ്യൂച്ചർ സ്റ്റഡീസ് കാണും, ലിമിറ്റഡ് ബൈ ദിസ് സ്റ്റഡീസ് വാസ് ലിമിറ്റഡ് ബൈ എന്ന് കാണും. അതായിരിക്കും അതിന്റെ ഗ്യാപ്പ്. അങ്ങനെ പറഞ്ഞു വയ്ക്കുന്ന വേഡിങ് ആയിരിക്കും അതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ചില കേസിൽ ഫർദർ സ്കോപ്പിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഗ്യാപ്പ് കാണാൻ പറ്റുന്നത്. യെസ്, അവരതിന്റെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും ഇന്ന വേരിയബിൾ എടുത്ത് സ്റ്റഡി ചെയ്തിട്ടില്ല, ക്ലിയർ, അല്ലെങ്കിൽ ഈ മോഡല് വേറൊരു കോണ്ടക്സ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ പറയും ഈ കേരളം പോലൊരു ഉപഭോക്ത അല്ലെങ്കിൽ കൺസ്യൂമർ സ്റ്റേറ്റിൽ ഈ സ്റ്റഡീസ് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും അതൊക്കെ ഗ്യാപ്പ് ആണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അല്ലാതെ ഇന്ന ഗ്യാപ്പാണ്, ഇന്നതുപോലെ തന്നെ ചെയ്യണം, അങ്ങനെ വേഡിങ് അല്ല നിങ്ങൾ കാണുന്നത്. ഒരു ഹിന്റ് തരുന്ന രീതിയിലുള്ള ഗ്യാപ്പ് പറയത്തുള്ളൂ. അപ്പൊ നമ്മൾ വേണം അത് വായിച്ച് അതിനൊരു കോണ്ടക്സ്റ്റ് ആയിട്ട് മാറ്റാൻ. ഓക്കെ, യെസ്. ഇനി
കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാല് എടാ ഇതുണ്ടോ ഇപ്പം ക്യാഷ് ബാക്ക് ഇൻക്രീസസ് സ്പെൻഡിങ് അല്ലെ, നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കുകൾ സ്പെൻഡിങ്ങിന് ഇൻക്രീസ് ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ബാക്ക് ഡസ് നോട്ട് ഇൻക്രീസ് സ്പെൻഡിങ്, അങ്ങനെ ഒരു കോൺട്രാക്ഷൻ ഉണ്ടാകാം. അതായത് നമ്മളിപ്പോ ഉദാഹരണം വെച്ചാൽ നമ്മളിപ്പോ എന്താണ് ജിപേ ചെയ്യുന്നു, അപ്പൊ നമുക്ക് ക്യാഷ് ബാക്ക് കയറി 10 രൂപ, അത് നമ്മൾ ക്യാഷിലായിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ് പറഞ്ഞത്. അപ്പൊ വേറൊരാൾക്ക് തോന്നി എന്താണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്യാഷ് ബാക്ക് 10 രൂപ, ഒരാൾ ചിലപ്പോൾ സേവ് ചെയ്തായിരിക്കും ഉപയോഗിക്കുന്നത്. എല്ലാവരും ഒരേ രീതിയിലാണ് സ്പെൻഡ് ചെയ്യുന്നത് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ റിലേഷൻ ഒരു കോൺട്രാക്ടറി ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്യാപ്പ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഈ റിസർച്ച് ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നീണ്ട നമ്മൾ സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമായ വിഷയം കേട്ടോ. യെസ്. ഇനി അണ്ടർ റിസർച്ച് വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താണ്? മെനി സ്റ്റഡീസ് ഓൺ ഇപ്പൊ ബിഹേവിയർ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മേഖലയിൽ ഇപ്പൊ നിൽക്കുന്നതാണ് മെന്റൽ അക്കൗണ്ടിങ്. പക്ഷെ മെന്റൽ അക്കൗണ്ടിങ് ഇൻ ഡിജിറ്റൽ പേയ്മെന്റ്സിന്റെ അകത്ത് സ്റ്റഡീസ് വളരെ കുറവായിരിക്കും. അപ്പൊ ഈ വേരിയബിൾ വെച്ചിട്ടുള്ള സ്റ്റഡീസ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പോകണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോപ്പുലേഷൻ ആണ്. ഓക്കെ, ഇതുണ്ടോ? സ്റ്റഡീസ് USA-ലും ചൈനയിലാണ് നടന്നിട്ടുള്ളത്, പക്ഷെ കേരളത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സെയിം ആ, നിങ്ങൾ ആലോചിക്കണം. ഓൾറെഡി ആർട്ടിക്കിളിനകത്ത് എന്തുണ്ട്? പ്രോബ്ലം ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, ഹൈപ്പോത്തിസ് ഉണ്ട്, അനാലിസിസിന് വേണ്ട സാധനം ഉണ്ട്, ക്വസ്റ്റ്യറിന്റെ ടൂൾ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. എടുത്ത് എങ്ങോട്ട് വെച്ചാൽ മതി? കേരളത്തിലോട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. പക്ഷെ അത് വെക്കുന്നത് പ്രോപ്പർ ആയിട്ട് വേണം വെക്കാൻ. അതാണ് അതിന്റെ കാരണം. അപ്പൊ സാധനത്തിൽ കോപ്പിയാണ്, കോപ്പി അല്ല ആക്ച്വലി. മനസ്സിലാണോ? അതായത് അമേരിക്കയിലെ സാഹചര്യങ്ങൾ എന്താണ് കേരളത്തിൽ വരുമ്പോൾ എന്റേത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഫൈൻഡിങ്സും എല്ലാ കാര്യവും മാറും. പക്ഷെ നിങ്ങൾക്ക് എവിടെ സപ്പോർട്ട് കിട്ടുന്നറിയോ? മെത്തഡോളജി പാർട്ടിൽ സപ്പോർട്ട് കിട്ടും. കാരണം ആവശ്യത്തിന് ലിറ്ററേച്ചറുകൾ കിട്ടും, എങ്ങനെ വേണം ഒബ്ജക്റ്റീവ് ഫ്രെയിം ചെയ്യണം എന്നുള്ള ഒരു ധാരണ കിട്ടും. മനസ്സിലാണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് കേരളത്തിൽ ഈ സ്റ്റഡി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സഹായിക്കും. അതാണ്. യെസ്. ഔട്ട്ഡേറ്റഡ് സ്റ്റഡീസ്. ഓക്കെ, അതായത് ടൈം ഗ്യാപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു 2000 വരെ ഈ സ്റ്റഡി വന്നിട്ടുള്ളൂ. 2000 ശേഷം ഈ വർക്കിൽ ഈ വിഷയത്തിൽ നിന്ന് ഒന്നും സ്റ്റഡി കണ്ടിട്ടില്ല. അത് നമ്മുടെ എന്താണ്? ഗ്യാപ്പാണ്. ഓക്കെ, യെസ്. പിന്നെന്താണ്? ഇപ്പൊ സാമ്പിള്. ഓക്കെ, ഇപ്പൊ 100 പേരെ വെച്ചിട്ടാണ് നമ്മൾ എടുത്ത ആർട്ടിക്കിളിനകത്ത് ഒരു പഠനം നടത്തിയത്. ഓക്കെ, പക്ഷെ സാമ്പിളിന്റെ സൈസ് കൂടി ഒരു വർക്ക് നടത്തണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതും ഗ്യാപ്പ് ആകാം. അതായത് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പർട്ടിക്കുലർ പെർസ്പെക്റ്റീവിലല്ല പോകുന്നത്, ഗ്യാപ്പ് പല പെർസ്പെക്റ്റീവിലും പോകും. പക്ഷെ സാധാരണ എല്ലാവരും എളുപ്പപ്പണിക്ക് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടൈം ഗ്യാപ്പാണ്. ടൈം ഗ്യാപ്പും എടുക്കും, അതോടൊപ്പം തന്നെ എന്താണ് ഈ പോപ്പുലേഷൻ ഗ്യാപ്പും എടുക്കും. അതായത് വേറെ ഏതെങ്കിലും നാട്ടിൽ നടത്തിയ പഠനം നമ്മുടെ നാട്ടിലേക്ക് അപ്ലൈ ചെയ്യും കേട്ടോ. അങ്ങനെയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടൂൾസ് എല്ലാം എളുപ്പം കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. യെസ്, അതാണ് ഗ്യാപ്പിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, വേഗം പറഞ്ഞു പോകാം കേട്ടോ. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേന് പ്രോബ്ലം ഐഡന്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ ഈ ലിറ്ററേച്ചർ ഉണ്ടെങ്കിൽ പിന്നെ പ്രോബ്ലത്തിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ലിറ്ററേച്ചർ ഉണ്ടെങ്കിൽ പ്രോബ്ലം ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ലിറ്ററേച്ചർ ഉണ്ടെങ്കിൽ കേട്ടോ. കാരണം ഓൾറെഡി എന്തുണ്ട്? ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളൊരു പ്രോബ്ലമായി ഒരു കാരണവശാലും എവിടെ പോകാൻ പാടില്ല? ഒരു റിസർച്ച് കമ്പനിയുടെ അടുത്ത് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഗൈഡിന്റെ അടുത്ത് പോകാൻ പാടില്ല. ലിറ്ററേച്ചർ റിവ്യൂവിന്റെ ഗ്യാപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്? അതിനെ ബേസ് ചെയ്തിട്ടോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒരു റിസർച്ച് എക്സാമിന് ഒരു ഗൈഡിനെ പോയി കാണാവുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് പിള്ളേർ വെള്ളം കുടിച്ചിട്ടുണ്ട്, ലിറ്ററേച്ചർ കിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സോളിഡ് ആയിട്ട് ഫാക്ട് സ്പേസ്ഡ് ആയിട്ടുള്ള ലിറ്ററേച്ചറുകൾ കിട്ടില്ല. അതുകൊണ്ട് ലിറ്ററേച്ചറിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ പ്രോബ്ലത്തിലേക്ക് പോകാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു പേരന്റ് ആർട്ടിക്കിള് അല്ലെ, ബെറ്റർ ആയിട്ടുള്ള ഒരു പേരന്റ് ആർട്ടിക്കിൾ തിരഞ്ഞെടുക്കുന്ന വഴി ഈ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയേ അല്ല കേട്ടോ. യെസ്. ഇനി ഒരു പ്രോബ്ലം എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നോക്കണം എന്നുള്ളതാണ്. പ്രാക്ടിക്കലിറ്റി ഞാൻ സംസാരിക്കാം കേട്ടോ. ഞാൻ ഈ അക്കാദമിക്കൽ ആയിട്ടുള്ള അല്ലാതെ രീതിയിൽ ഒരു റിസർച്ച് അല്ലെങ്കിൽ ആർട്ടിക്കിളൊക്കെ പബ്ലിഷ് ചെയ്തെന്നുള്ളതാണെങ്കിലും എന്താണ് കുറെ അധികം ഈ തരത്തിലുള്ള വർക്ക്ഷോപ്പ് ക്ലാസ് കാര്യങ്ങളൊക്കെ എടുത്ത ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലും ഇപ്പോഴും നമ്മൾ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്, റിസർച്ചബിലിറ്റി എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എവിഡൻസ് കിട്ടുന്നുണ്ടോ? അതായത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഒരു പ്രോബ്ലം എടുത്ത് പഠിക്കാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചു. ഒരു പ്രോബ്ലം
എടുത്ത് പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, യെസ്. പ്രോബ്ലം എല്ലാം അടിപൊളിയാണ്, നല്ല സബ്ജക്റ്റ് ആണ്, നല്ല പഠിക്കാൻ റെലവൻസ് ഉള്ളതാണ്. പക്ഷെ ഡേറ്റ കിട്ടാൻ ഭയങ്കര പാടാണെന്ന് വിചാരിച്ചു. എക്സാക്ട് പോപ്പുലേഷൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പാടാണ്. ഓക്കെ, എത്രയാണ് ഇതിന്റെ പോപ്പുലേഷൻ എന്നും ഇതിന്റെ സാമ്പിൾ സൈസ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നില്ല, ഇതിന്റെ പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല, ഡേറ്റ ആക്യുറേറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ആകപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഒരു പ്രോബ്ലം എടുക്കുമ്പോഴേ നിങ്ങൾ ആലോചിച്ചോണം ഡേറ്റ. മനസ്സിലാണ്ടോ? ചില സെക്കൻഡറി ഡേറ്റകൾ, പ്രത്യേകിച്ച് നിങ്ങൾ പ്രൈമറി ഡേറ്റ അല്ലാതെ സെക്കൻഡറി ഡേറ്റ മാത്രം എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ ഡേറ്റയും പബ്ലിക്കലി അവൈലബിൾ ആകാൻ പറ്റുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് നോക്കണം കേട്ടോ. അപ്പൊ ഡേറ്റയുടെ ആഡിക്വസി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതാണ് ഈ റിസർച്ച് പലരും നല്ല രീതിയിൽ മെത്തഡോളജി ഒക്കെ ചെയ്ത് ഡേറ്റ കളക്ഷനിലേക്ക് വരുമ്പോഴാണ് ഡേറ്റ കിട്ടാത്തൊരവസ്ഥ വരും. ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഡേറ്റ കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സെക്കൻഡറി ഡേറ്റ വർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് കേട്ടോ, അത് പബ്ലിക്കലി അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ കിട്ടുന്ന ഡേറ്റയാണോ, അതുപോലെ നമുക്ക് പ്രൈമറി എവിഡൻസിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റയാണോ, ഡേറ്റ കിട്ടാനുള്ള സാധ്യത. പ്രത്യേകിച്ച് നിങ്ങൾ പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം, അതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് കാര്യം. പോപ്പുലേഷൻ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിരിക്കണം. ഓക്കെ, യെസ്. പിന്നെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, നമ്മൾ വളരെ ചെറിയൊരു കോൺസെപ്റ്റിൽ നിന്നാണ് അല്ലെ, വളരെ ചെറിയൊരു കോൺസെപ്റ്റിൽ നിന്ന് അല്ലെ നമ്മൾ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ സ്പെസിഫിക് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ മാർക്കറ്റിംഗിനകത്ത് എടുത്തെടുത്ത് വന്ന് നമ്മൾ കസ്റ്റമർ ലോയൽറ്റി എന്ന് പറഞ്ഞ ഒരൊറ്റ പോയിന്റിലേക്ക് വരുക അല്ലെ. അപ്പൊ അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കും. ഓക്കെ, യെസ്. പിന്നെ ഇവിടെ നോക്കേണ്ടത് വെച്ചാൽ തിയററ്റിക്കൽ സപ്പോർട്ട്, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ വെയ്ഗ് ആയിട്ടുള്ള പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയററ്റിക്കൽ സപ്പോർട്ട് കിട്ടത്തില്ല. അതേസമയം ഡെസ്റ്റിനേഷൻ ലോയൽറ്റി അല്ലെങ്കിൽ കസ്റ്റമർ ലോയൽറ്റി അല്ലെ, അല്ലെങ്കിൽ എന്താണ് കസ്റ്റമർ ഡിലൈറ്റ്, ഇങ്ങനെയുള്ള കറക്റ്റ് കോൺക്രീറ്റ് ആയിട്ടുള്ള എന്താണ് വേരിയബിൾ നിങ്ങൾ വേരിയബിൾ ആക്ച്വലി ഇതൊക്കെ വേരിയബിൾ ആട്ടോ. ഇങ്ങനെയുള്ള വേരിയബിൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തുണ്ടാവും, അതിന്റെയൊക്കെ ബേസിൽ തിയററ്റിക്കൽ ഫ്രെയിംവർക്കുകൾ ഉണ്ടാവും. ക്ലിയർ ആയോ? ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കും ഇല്ലാതെ, ബേസ്ഡ് ഓൺ ദി തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കാര്യവും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഹൈപ്പോത്തിസ്. നിങ്ങൾ ഹൈപ്പോത്തിസ് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ഹൈപ്പോത്തിസ് H0 എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നിങ്ങൾ ഹൈപ്പോത്തിസ് എഴുതുന്നത്, 1, 2, 3, 4, 5 ഹൈപ്പോത്തിസ് എഴുതി. ഹൈപ്പോത്തിസ് അങ്ങോട്ട് എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ താഴത്തെ അടുത്ത ഘട്ടം എന്താ എഴുതുന്നത് അറിയോ? തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുക്കും. ഈ ഹൈപ്പോത്തിസ് എങ്ങനെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഹൈപ്പോത്തിസ് വന്നതോ നമുക്കൊരു സുപ്രഭാതത്തിൽ വന്നു പോയ തോന്നലല്ല. അതെന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ദ ലിറ്ററേച്ചറിന്റെ ബേസിൽ, ലിറ്ററേച്ചർ റിവ്യൂവിന്റെ ബേസിലോ ബേസ്ഡ് ഓൺ ദ എക്സിസ്റ്റിംഗ് തിയറിനെ ബേസ് ചെയ്ത് കാണിക്കണം. നമുക്ക് രണ്ട് രീതിയിൽ ഹൈപ്പോത്തിസ് എഴുതാൻ പറ്റും, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിന്റെ അടിസ്ഥാനത്തിൽ ഹൈപ്പോത്തിസ് മേക്കാൻ പറ്റും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് തിയറിനെ ബേസ് ചെയ്തിട്ട് ഹൈപ്പോത്തിസ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിനെ പറ്റി, പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും അതിനെ സപ്പോർട്ടീവ് ആയിട്ട് ബന്ധപ്പെട്ട തിയററ്റിക്കൽ ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ഉണ്ടാകണം. ഇപ്പൊ പ്രോബ്ലം എടുക്കുമ്പോൾ തിയററ്റിക്കൽ ഫ്രെയിംവർക്കുകളുള്ള ലഭ്യമാകുന്ന കൺസെപ്റ്റ് ആണോ, അല്ലെങ്കിൽ എന്താണ് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും റിസർച്ച് മോഡൽ അതിനുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റിയാൽ ഒരു പ്രോബ്ലം എടുക്കാൻ. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ ലിറ്ററേച്ചറിനെ ബേസ് ചെയ്തിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് വരാൻ. ക്ലിയർ ആയോ? ഉണ്ടോ? ദ പ്രോബ്ലം മസ്റ്റ് കം ഫ്രം ദി റിസർച്ച് ഗ്യാപ്പ്. അതാണ്, ഗ്യാപ്പിൽ നിന്ന് മാത്രമേ പ്രോബ്ലം വരാൻ പാടുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ രീതിയിലല്ല നിങ്ങൾ പോകുന്നെങ്കിൽ അത് അങ്ങനെ ആക്കിക്കോണം. ലിറ്ററേച്ചറിൽ നിന്ന് മാത്രമേ പ്രോബ്ലം വരാൻ പാടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് പല രീതിയിൽ റിസർച്ച് ചെയ്യാം. ഏറ്റവും നല്ല എളുപ്പമാർഗം എന്ന് പറയുന്നത് എംപിരിക്കൽ റിസർച്ച് ആണ്. എംപിരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ട്സ് ബേസ്ഡ്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചിനാണ് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഡേറ്റ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഹൈപ്പോത്തിസിസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഫൈൻഡിങ്സ് കിട്ടുന്നു. ആ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു, ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെസ്റ്റബിൾ നേച്ചറിലായിരിക്കും. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന ഒരു പ്രോബ്ലം അതെന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ പ്രോബ്ലത്തെ എംപിരിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റണം. അതായത് ഫാക്ട്സ് ബേസ്ഡ് പ്രൂവ് ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾ എപ്പോഴും ആലോചിച്ചോണം. ക്ലിയർ ആയോ? നിങ്ങൾ എടുക്കുന്ന ഒരു പ്രോബ്ലത്തിന് സയന്റിഫിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പഠിച്ച് പറയാൻ പറ്റണം. അതായത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിപ്പോ ഒരു പോപ്പുലേഷനിലേക്ക്
ഓക്കെ, നമ്മൾ അവസാനം നമ്മുടെ ഫൈൻഡിങ്സ് എന്താണ് എങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ പോപ്പുലേഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെ, ശരിയല്ലേ? അങ്ങനെ പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ സ്റ്റഡി എന്തായിരിക്കണം? സയന്റിഫിക് സ്റ്റഡി ആയിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിലല്ലേ നമുക്കത് പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ടെസ്റ്റബിൾ നേച്ചറിലേക്ക് മാറ്റാൻ പറ്റുന്ന, ദാറ്റ് മീൻസ് ഒരു പ്രോപ്പർ ഹൈപ്പോത്തിസിസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന തലത്തിലായിരിക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തത് ക്യാൻസർ പേഷ്യന്റിന്റെ കിട്ടുന്ന ഫിനാൻഷ്യൽ എന്താണ് സപ്പോർട്ടിങ് മെക്കാനിസത്തെ പറ്റി ആയിരുന്നു പഠിച്ചത്. അവിടെ ഒന്നും നമുക്ക് ഹൈപ്പോത്തിസിസ് കൊണ്ടേ വെക്കാൻ പറ്റില്ല, മനസ്സിലാണോ? അപ്പൊ അങ്ങനെ വരുമ്പോ അതായത് പക്ക ക്വാളിറ്റേറ്റീവ് ആയി പോയി സ്റ്റഡി. അപ്പൊ ക്വാളിറ്റേറ്റീവ് ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് എങ്ങനെ നിങ്ങൾ പ്രൂവ് ചെയ്യും, മനസ്സിലാണ്ടോ? നിങ്ങൾ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിക്കുള്ള ഒരു പ്രശ്നം ഭയങ്കര ബയാസ്ഡാണ്, സബ്ജക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞതിന് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിന്റെ ഫൈൻഡിങ്സ് അത് കൃത്യമായിട്ട് എവിഡന്റ് ആയിരിക്കണം, ഡേറ്റയെ ബേസ് ചെയ്തിട്ട് എവിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പൊ അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ എങ്ങനെ വേണം? അത് സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ ആ തരത്തിലുള്ള ഒരു പ്രോബ്ലം എടുക്കുവാണെങ്കിൽ വളരെ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ അനാലിസിസ് ഭാഗങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഫൈൻഡിങ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റും.